വെൽക്കം ബാക്ക് ടു മെഹ്നു ചാനൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ട് എന്നോടത്ത് പറഞ്ഞ് മെഹ്നു ഇതിനെന്തായാലും റിയാക്ട് ചെയ്യണം, ചെയ്തേ പറ്റൂ. കാരണം ഒരുമാതിരി മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടുള്ള ഒരുമാതിരി ഒരു എന്താ പറയുക, ഒരു സെൻറ്റിമെൻറ്റ്സ് ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റാൻ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരുത്തനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓനതിൽ പറഞ്ഞേക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് എങ്ങനെ പറ്റുന്നു, അതായത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുള്ള റിപ്ലൈ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എങ്ങനെ, അതായത് ഇപ്പം ഞാൻ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ റീല് ചെയ്യലുണ്ട്. അതിൽ ഏതൊരു റീൽ എടുത്തിട്ട് അവൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു, എങ്ങനെ എന്നുള്ളത്. എങ്ങനെയാണെന്നാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരാം. നിനക്ക് ശരിക്കും വ്യക്തമായിട്ട് കേട്ടോ. ആ ഒരു ഡൗട്ട് ഇനി നിനക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഒരൊറ്റ ചോദ്യമുള്ളൂ മേനാസ് എന്നോട്. കേരളത്തിൽ സ്വന്തം ഭാര്യനെ നെഞ്ചോട് ചേർക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ അത്രത്തോളം ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനോട് അത്രത്തോളം സ്നേഹവും വാത്സല്യമുള്ള പല പുരുഷന്മാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, എനിക്ക് എങ്ങനെ കൈ നടയത്? കേരളക്കര മൊത്തമായിട്ട് റിഫ എന്ന് പറയുന്ന ആ മോളെ മുഖം ഇത്രയും കാലമായിട്ട് മറക്കാനായിക്കില്ല. സ്വന്തം ഭർത്താവായി ഇഞ്ഞി ഈ ഫിൽറ്റർ വിട്ട് ചുണ്ടും ചോപ്പിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നടാ? ഫിൽറ്റർ ഇട്ട് ചുണ്ടും ചോപ്പിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇവൻ്റെ പ്രശ്നം. അതാണ് ഞാൻ റീല് ചെയ്യുന്നതാണ് ഇവൻ്റെ പ്രശ്നം. ആത്മഹത്യ ചെയ്ത എൻ്റെ വൈഫ് മനസ്സിൽ എപ്പോഴും ആ ഒരു വേദനയുണ്ട്, ആ ഒരു പെയിൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ ആരും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. എൻ്റെ വൈഫിനാണെങ്കിലും ആരാണെങ്കിലും ഞാൻ ഇതുവരെ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഇല്ല. എനിക്ക് എൻ്റെ ഭാര്യമാരിൽ നിന്നും രണ്ട് സ്ഥലത്തു നിന്നും ആണെങ്കിലും, ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും പഴയ കാര്യമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് ചതി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരാളെ ചതിച്ചൊരു വ്യക്തിനെ നമ്മൾ വേണ്ട എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ, നമ്മൾ മടുത്തത് കൊണ്ടായിരിക്കുമല്ലോ വേറെ ഒരാളോട് ഇഷ്ടം തോന്നാ, സ്നേഹം തോന്നാന്നൊക്കെ. അങ്ങനത്തെ ആളോട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പിന്നാലെ പോവാൻ എന്നെ കിട്ടേല. അത് നീ അങ്ങനെ ആയിരിക്കാം, പിന്നെ നിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, നിന്റെ ഓളെങ്ങനെയാന്നൊക്കെ അറിയില്ല. അത് നിന്റെ ഓളോട് തന്നെ ചോദിച്ചു നോക്കണം. ചില സമയം നീ ഭർത്താക്കന്മാർ എന്നുള്ള ഒരു സംഭവം നീ അവിടെ പറഞ്ഞല്ലോ. ചില സമയം നീ അറിയുന്നില്ല, നീ ഇങ്ങനെ ചുണ്ടും ചോപ്പിച്ചിട്ട് റീൽ അമ്മ വർത്താനം പറഞ്ഞില്ലേ. ഇത് റീൽ എന്നെല്ലാം പറയുന്നത്, ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഈ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ തരുന്നതാണ്. അത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നിന്റെ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, ഇതൊക്കെ റീലാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇത് ചുണ്ട് നീ ചോപ്പിച്ചിട്ട് യഥാർത്ഥ കളർ ഞാൻ കാണിച്ചാൽ, എനിക്ക് യഥാർത്ഥ കളർ ഇതാണ്, അവൻ്റെ യഥാർത്ഥ കളർ ഇത്. ഇപ്പോൾ യോനയിൽ ചുണ്ടും ചോപ്പിക്കുക, അണ്ടിയും ചോപ്പിക്കുക, എല്ലാ സംഭവം ചോപ്പിച്ചിട്ട് വീഡിയോ ഇടാം. അപ്പോൾ യോൻ ഭർത്താവല്ലേ, യോൻ ആര് കാണാനാണ് ഈ ചുണ്ടെല്ലാം ചോപ്പിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? നിനക്കൊരു ഭാര്യയില്ലേ? നീ ഭർത്താവ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണെങ്കിൽ നിനക്കൊരു ഭാര്യ ഉണ്ടാവുമല്ലോ. അല്ല നീ കണ്ടോൻ്റെ ഭാര്യനെ കുറിച്ചിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ വൈഫിനെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് ഒരുപാട് ചതികൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇപ്പം നീ ആണെങ്കിൽ നിൻ്റെ ഓള്, ഇപ്പം ഞാനും നിൻ്റെ വൈഫ് എത്തിയിട്ട് റിലേഷനിലാണെന്നുണ്ട് വിചാരിച്ചോ. അങ്ങനെ ആണെങ്കിൽ നീ എങ്ങനെയായിരിക്കും എന്നോട് റിയാക്ട് ചെയ്യുന്നത്? അവളോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അതിനെ പറ്റിയുള്ള എങ്ങനെ നിനക്ക് സാധിക്കും? അതിനുള്ളൊരു ആൻസർ നീ പറ. അത് ഏതൊരു ഭർത്താവും ചെയ്യുന്ന ഒരു കാര്യമാണ്, ചോദ്യം ചെയ്യും. ആ ഒറ്റ തെറ്റിൻ്റെ പേരിലല്ലേ ഇന്ന് തന്നെ എല്ലാവരും പറയണത്, ആണോ അല്ലയോ? അങ്ങനത്തെ കാര്യത്തിലല്ലാണ്ട് വേറെ പൊന്നു പോലെ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഭാര്യമാരെ പൊന്നു പോലെ ഞാൻ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയത് ആരും പറയുന്നില്ലല്ലോ, ആരും പറയും ചെയ്യില്ല. നിങ്ങൾക്കെല്ലാം വേണ്ട നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാം. നിൻ്റെ ഇപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ നിൻ്റെ ആ കണ്ണീര് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് മോനെ, വെള്ളം കുടഞ്ഞതോ എന്ത് മയിര് കുടഞ്ഞതെന്നോ നമുക്കറിയില്ല. പക്ഷേ നിനക്കറിയൂല. നീ എല്ലാവരുടെ ഫാമിലിയിലും നിൻ്റെ ഓള് ചില സമയം നിൻ്റെ മുന്നിൽ എങ്ങനെയാണെന്നുള്ള അതേപോലെ ആയിരിക്കില്ല പുറത്തുണ്ടാവണത്.
നിൻ്റെ ഓക്ക് ഇനി ഒരു റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിനക്കറിയില്ല. ഒരു പെണ്ണിൻ്റെ മനസ്സ് അത്രയും പഠിക്കാൻ ഒരാളിനെ കൊണ്ടങ്ങ് പറ്റൂല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. സോ ദാറ്റ്സ് വൈ നിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് മനസ്സിലാവും. നിൻ്റെ ഓളോട് നീ ചില സമയം നിങ്ങളെല്ലാം പറയും വരച്ച വരയിൽ നിർത്തുന്ന ഭാര്യ. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ഭാര്യമാർ സ്ട്രിക്റ്റ് ആക്കിയിട്ടോ പേടിപ്പിച്ചിട്ടോ തല്ലിയിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും ഞാൻ ആരും ഭാര്യമാരെ ഇതാക്കലില്ല. എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ലോക്ക് പോലെ പൂട്ടിയിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ അത്രയും വലിയ ക്രൂരത ഭാര്യമാരോട് ചെയ്യുന്ന നിങ്ങൾ അപ്പം ചെയ്യണത് തെറ്റല്ലേ? നിങ്ങളൊരു ഭാര്യമാരെ ക്രൂരമായി ഒരുമാതിരി അടിമയെ പോലെ വളർത്തുന്നതും ഞാൻ ഇത്രയും ഫ്രീഡം കൊടുക്കുന്നുണ്ടോ? ഫ്രീഡം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കൺട്രോളിട്ട് ഞാൻ ഫ്രീഡം കൊടുക്കല്ല. പിന്നെ എത്ര ലോക്കിട്ട് വളർത്തിയ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിലും ഓള് കളിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കളിക്കുക തന്നെ ചെയ്യും. അത് എത്ര നല്ല പെണ്ണാണെങ്കിലും ഓള് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഓള് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുക. ഇങ്ങോട്ടില്ലാത്ത സ്നേഹം അങ്ങോട്ടും വേണ്ട, അങ്ങോട്ടില്ലാത്ത സ്നേഹം ഇങ്ങോട്ടും വേണ്ട. ദാറ്റ്സ് ഓൾ. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ പോലും ഒരുപാട് വേദനയുണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ട്. അതൊന്നും നിന്നെ കാണിക്കേണ്ട ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പിന്നെ നീ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ ഒരുപാട് വിഷമത്തിൽ പോകുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി റിക്കവറായി ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. ഐ ആം ഓക്കെയാണ്. ഞാൻ പക്കാ എന്താ പറയുക നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകാനുള്ളൊരു ഇതിലാണ്. അല്ലാണ്ട് എനിക്ക് എന്താ പറയുക നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളെ ഓർത്തിട്ട് ചിന്തിച്ചിട്ട് വിഷമിച്ച് ഇങ്ങനെ മൂലക്ക് ഇരിക്കാൻ എന്നെ കിട്ടില്ല. അതിപ്പോൾ രണ്ടാമത്തെ കാര്യമാണെങ്കിലും ഇപ്പം ഞാൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ല, കള്ളത്തരം കളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാം. അതിൽ നമ്മൾ ചോദ്യം ചെയ്യും, ചൂടാവും. അത് എന്താ പറയുക നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഭാര്യമാർ ഇങ്ങനെ വേറൊരുത്തനെ കാണുമ്പോൾ നിൻ്റെ ഓളെ എങ്ങനെ വിടുന്നതെന്ന് നമുക്കറിയില്ല. നിൻ്റെ കൾച്ചർ എങ്ങനെ ആയിരിക്കും. ആ വീഡിയോയിൽ നിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലായി, നിൻ്റെ വർത്താനം പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിന്നെപ്പോലെ എനിക്ക് പറ്റൂല, എന്നെപ്പോലെ എനിക്കും പറ്റൂല. എല്ലാവരും മനുഷ്യന്മാർ ഒരേപോലെ അല്ല, എല്ലാവരും ക്യാരക്ടർ ഒരേപോലെ അല്ല. അത് കുറച്ച് നീ മനസ്സിലാക്ക്, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്ക്. മനസ്സിലായ? ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം. ഇതിനിടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു പറയുന്നത് സ്വന്തം ഭാര്യ മരിച്ചിട്ട് 18 വർഷമായി. ഈ 18 വർഷമായിട്ടും 3 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഉറങ്ങിയിക്കില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാൻ. അങ്ങനെ ഭാര്യ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം കല്യാണം കഴിച്ചവർ എത്രയുണ്ട്? ഭാര്യ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം കല്യാണം കഴിച്ച എത്ര പേരുണ്ട്? നമ്മളെ കേരളത്തിൽ തന്നെ അങ്ങനെ ആളുണ്ട്. നീ എന്താ അത് മാത്രം പറയാത്ത? നിനക്ക് സെന്റിമെന്റ്സ് വേണം, നിനക്ക് റീച്ച് വേണം. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കഥയാണിത്. അടുത്ത് ഞാൻ മനുഷ്യനാണോ മൃഗാണോ എന്നുള്ളത് എന്നെ അറിയാം. നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായത് കൊണ്ടാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അല്ലാണ്ട് കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒരിക്കലും പറ്റൂല. നിന്നെപ്പോലെ മനസാക്ഷി ഇല്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ. നീ കൊന്നതോ കെട്ടിത്തൂക്കിയതോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു തെളിവോ കാര്യമില്ലാണ്ട് അങ്ങനെ ഒരു അപവാദം പറയാൻ ഞാനൊരു വീഡിയോ അല്ല. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കിയുള്ള പല ആൾക്കാരും എന്തിൻ്റെ ബാക്കിൽ, എന്തിൻ്റെ തിരക്കിൽ, എന്തിൻ്റെ ബിസിയാണെന്ന് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ആയിട്ട് നിങ്ങളെ കഥയും കുറേ ആളെ കഥയും എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഞാനൊന്നും പബ്ലിഷ് ആക്കാനോ പുറത്ത് ലീക്കാക്കാനോ നിന്നിട്ടില്ല. എൻ്റെ ജീവിതമാണ് ബാക്കിയുള്ളവർ തകർത്തത്. ഞാൻ ആരും ജീവിതം ഇതുവരെ വെച്ചിട്ട് ഒരു ഗെയിമോ തമാശയോ കളി കളിച്ചിട്ടില്ല. എനിക്കൊരു ഭാര്യ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അന്യ സ്ത്രീയുടെ കൂടെ പോയിട്ടോ അഴിഞ്ഞാടാനോ നിന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് വരേണ്ട സമയം കഴിഞ്ഞ്. പാർട്ട്ണർ നമുക്ക് ലൈഫിൽ ഒരാൾ ഉണ്ടാകുമ്പോൾ ചെയ്യണ ചെറ്റത്തരാണ്. അങ്ങനത്തെ ഒരു ചെറ്റത്തരം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അന്യ സ്ത്രീൻ്റെ കൂടെ പോയിട്ടില്ല. ഞങ്ങൾക്കൊരു റിലേഷനോ കാര്യമോ ഒന്നും എൻ്റെ ലൈഫിൽ എൻ്റെ ഭാര്യ ഉണ്ടാകുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യേനെ അത്രയ്ക്കും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ഭാഗത്തുനിന്ന് ഇത് കാണുമ്പം കേൾക്കുമ്പം നമുക്ക് ഇങ്ങോട്ടും വരുന്ന ഒരു വേദന, അത് നീ ഒരു ദിവസം അനുഭവിക്കും. മനസ്സിലായോ? നീ ഒരു ദിവസം അനുഭവിക്കും. നീ കൊന്നതോ കെട്ടിത്തൂക്കിയതോ ആ ഒരു കാര്യം നീ എടുത്തിടണമെന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി ബാക്കിയുള്ളവർ പറഞ്ഞ കേട്ടിട്ട് ഏതൊരുത്തൻ്റെ കഫം തിന്നിട്ട് നീ വന്ന് തുപ്പാണെന്നുള്ള നല്ല രീതിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത്രക്കും ഒരു എന്താ പറയുക ഓൻ്റെ റീലും ഓൻ്റെ ഫോട്ടോയും ബാക്കിയുള്ളതെല്ലാം
ഓൻ്റെതായ ക്ലിയറിൽ ഓൻ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. നല്ല രീതിക്ക് സങ്കടമുണ്ട് ഗൈസ്. കാരണം ഇങ്ങനെയല്ല ഓരോരുത്തർ വന്നിട്ട് ഓരോന്നും ഒരു റീച്ചിനും വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ്. നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും. പിന്നെ കുറേ ആണുങ്ങൾക്ക് എന്നോട് എന്താ പറയുക, എന്തോ ഒരു ദേഷ്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സാവാച ഒരു ശത്രുക്കളോ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പല ആൾക്കാർ ഉണ്ടാക്കി ഓരോ കഥകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ശത്രുക്കളായിട്ട് നിറഞ്ഞു മാറുകയാണ്. എനിക്ക് റബ്ബേ, ഞാൻ ഇതുവരെ ആരും ഇതാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കും, ഇനിയും ഹാപ്പി ആയിട്ട് ജീവിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ബോധം എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് ഇനി ജീവിക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് എന്നെ ചതിച്ചിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരാൾ അങ്ങനത്തെ ഒരു മര്യാദ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കന്യ പുരുഷൻ്റെ ഒക്കെ മറ്റേ പരിപാടിക്ക് ഒരു ഭാര്യമാർ നിൽക്കൂല. അതും ചിന്തിക്കണം. എന്നിട്ട് ഇതുവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ കാര്യം ക്ലിയർ ആക്കാൻ എനിക്ക് അതിൻ്റേതായ തെളിവുകൾ എല്ലാം ഉണ്ടായിട്ടും ഞാൻ ഇന്നും സോഷ്യൽ മീഡിയയിൽ പോട്ടെ 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 എന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് ഞാൻ നിന്നിട്ടേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. അതാണ് നിങ്ങളൊക്കെ എൻ്റെ തലമുക്കറി മുതലാക്കണേ. എൻ്റെ ഭാര്യയല്ലേ, അവളെ പറയുമ്പോൾ എനിക്കും വേദന ഉണ്ടാവും. സോ ദാറ്റ്സ് വൈ ഞാൻ ഇന്നും അതിനെപ്പറ്റി മിണ്ടാണ്ട് സംസാരിക്കാതെ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ പടച്ചോൻ തന്നെ എല്ലാം തെളിയിക്കുന്ന ഒരു ദിവസം വരും. അപ്പോൾ മോന് ഇതേപോലെയുള്ള ഒരുമാതിരി സെൻറ്റിമെൻറ്റ്സ് അടിച്ച് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നീ റീച്ച് ഉണ്ടായിക്കോ, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരാളെ ജീവിതം തകർത്തിട്ട് എൻ്റെ ജീവിതം ബാക്കിയുള്ളവരെല്ലാവരും തകർത്ത്, എൻ്റെ ഭാര്യമാരാണെങ്കിലും ആരാണെങ്കിലും, ഞാൻ ആരും ജീവിതം ഇതുവരെ തകർത്തിട്ടില്ല. എൻ്റെ ജീവിതം വരെ എൻ്റെ ഭാര്യമാരുടെ കുടുംബക്കാരൊക്കെയാണ് തീർത്തിട്ടുള്ളത്. അവരൊക്കെ അതിന് ശേഷം നടക്കുന്ന ലൈഫ് പൈസക്കും പണത്തിനും അതും ഇതും തെറ്റ് ചെയ്ത ആളെ കൂടെ കൂട്ടുക, പണം മേടിക്കുക, ഇതൊക്കെയാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടറിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പെയിനും വേദനയും എത്ര കാലം ഞാൻ നീറിയിട്ടുണ്ടെന്നുള്ളതും ഇതൊന്നും ആരും അറിയില്ല, ആരും കാണിക്കാൻ നിന്നിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഇതൊക്കെ ഏതൊരു മനുഷ്യനും സ്വന്തം അനുഭവിച്ചു കഴിഞ്ഞാലേ ഇതിൻ്റെ വേദനകൾ മനസ്സിലാവുള്ളൂ. ഞാൻ അത്രക്കും വേദനിച്ചിട്ട് നീറിയിട്ടുണ്ട് ഒരു ദിവസം. പിന്നെ എൻ്റെ ഭാര്യയുടെ ലൈഫ് നശിപ്പിച്ച ഒരുത്തൻ, അവന് സപ്പോർട്ട് നിൽക്കാൻ ആരൊക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, ആരൊക്കെയാണ് നമ്മൾ അത്രയും സ്നേഹിച്ചവർ, നമ്മൾ സ്വന്തം അത്രയും അങ്ങനെ കണ്ട ആൾക്കാർ എൻ്റെ ഭാര്യയുടെ ലൈഫ് നശിപ്പിച്ചവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ ചിരിക്കുക തന്നെ ചെയ്യും. ഇനി എൻ്റെ ലൈഫ് ഞാൻ സാഡ് ടെൻഷൻ ആലോചിച്ചിട്ടിരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ സന്തോഷം എൻ്റെ സമാധാനം കളയണം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെനിക്കറിയില്ല. അതിൻ്റെ ഉള്ള ഉത്തരം നീ താ. ഞാൻ ലൈഫ് ടൈം വരെ സങ്കടത്തോടെ ജീവിക്കണം എന്നാണോ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള ആൻസർ പറ.